രേണുക നമസ്കാരം. എന്നോടൊപ്പം നടൻ കൃഷ്ണകുമാറാണ് ചേരുന്നത്. ഇന്ന് രാവിലെ സിദ്ദിഖിന്റെ രാജിയും അതോടൊപ്പം രഞ്ജിത്തിന്റെ രാജിയും ഒക്കെ സംസാരിക്കാൻ നടൻ കൃഷ്ണകുമാർ തത്സമയം ഞങ്ങളോടൊപ്പം ചേരുകയാണ്. സർ, ഇന്ന് അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ AMMയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെക്കുന്നു. അതോടൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് രാജിവെക്കുന്നു. ഒരാഴ്ച കൊണ്ട് സിനിമാ ലോകം മാറി മറിയുന്നു. സർ, എന്താണ് തോന്നുന്നത്? ഇത് അവരുടെ രാജി എന്തായാലും സ്വാഗതം ചെയ്യുന്നു. അത് സമ്മർദ്ദം മൂലമാണോ സ്വയം രാജിവെച്ചാണോ എനിക്കറിയില്ല. ഏതായാലും അത് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഈ രാജികളിൽ തീരുന്നില്ല. ഈ ഒന്ന് രണ്ട് രാജികളല്ല. ഈ റിപ്പോർട്ടെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇന്ന് അറിയാം എന്താണ് റിപ്പോർട്ടിലുള്ളത്. കാരണം പണ്ട് ജനങ്ങൾക്കൊരു സംശയവും മാത്രമായിരുന്നു സിനിമാ മേഖലയിൽ ഇങ്ങനെ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുന്നുണ്ടെന്ന്. ഈ റിപ്പോർട്ട് കൃത്യമായ രേഖകൾ ഉൾപ്പെടെ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് 4.5 വർഷത്തോളം പൂഴ്ത്തി വെച്ചിരിക്കുന്നു. അതായത് പുറത്ത് ജനങ്ങൾക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ ഇതെടുത്ത് വെച്ചിട്ട് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം അറിയാവുന്നതാണ്. ഇതിനകത്തെ സർവ്വ കാര്യങ്ങളും അറിയാവുന്ന സർക്കാരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. ആദ്യം തന്നെ ഇത് പൂഴ്ത്തി വെക്കുക എന്ന് വെച്ചാൽ അത് തന്നെ ഇപ്പോൾ ഇവർ രാജിവെക്കാൻ വൈകിയപ്പോൾ തന്നെ നമ്മൾ എന്തുമാത്രം ഇവിടെ പ്രശ്നങ്ങൾ കണ്ടു. ഇപ്പോൾ ഈ സർക്കാർ 4.5 വർഷം പൂഴ്ത്തി വെച്ചില്ലേ, അതിനെന്താ ആരും ചോദ്യം ചെയ്യാത്തത്? 1. 2, ഈ രാജിവെച്ചു, ഇനി അടുത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അന്വേഷണം വരണം, ഇത് കോടതിയിലോട്ട് പോകണം, നടപടി ഉണ്ടാവണം. അതിലേക്കൊക്കെ സർക്കാർ മുൻകൈ എടുക്കുമോ? ഇപ്പം തന്നെ ഒരു സംഘടന ഈ പരാതിയുമായിട്ട് വന്നതുകൊണ്ടാണല്ലോ ഇതൊക്കെ ഇവിടം വരെ എത്തിയത്. ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇതിന് തുടർന്നുള്ള നടപടി എന്തായിരിക്കും? നമുക്കത് തുറന്ന് ഇരുന്ന് കാണാം. ഇന്ന് കുറച്ചു നേരം മുമ്പ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് പ്രതികരിച്ച സമയത്ത് മാധ്യമങ്ങളെ പഴിചാരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മാധ്യമങ്ങൾ വാർത്തകൾ വളച്ചൊടിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം പോലും അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമങ്ങൾ സംസാരിച്ചത് മോശമായ രീതിയിൽ എന്നതാണ് സംബന്ധിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അല്ലാതെ രഞ്ജിത്തിന്റെ രാജിയെക്കുറിച്ച് കൃത്യമായ ഒരു ഡെഫിനിഷൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന്റെ നിലപാടുകൾ എന്താണ് തോന്നുന്നത്? അല്ല, അതുകൊണ്ടാണല്ലോ ഇത് എളുപ്പമൊരു പരിപാടിയാണല്ലോ ആരുടെയെങ്കിലും തലയിലോട്ട് വയ്ക്കുക, മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു അങ്ങനെയൊക്കെ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് വലിയതായിട്ട് രാഷ്ട്രീയവും മതവും മറ്റു കാര്യങ്ങളും നോക്കാതെ നടപടിയെടുക്കണം. കാരണം ഇങ്ങനൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു, ജനങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശ ധാരണ മുഴുവൻ കിട്ടി. കാരണം ഇന്ന് മീഡിയ ശക്തമാണ്, സോഷ്യൽ മീഡിയ ഉണ്ട്, ഇതിനകത്തൂടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുക. അപ്പോൾ ജനങ്ങളുടെ പോലും പിന്തുണയുണ്ട്. ഈ സമയത്തും നടപടി എടുക്കുന്നില്ലെങ്കിൽ ഈ സർക്കാരിനും മന്ത്രിക്കൊക്കെ ഇതിനകത്ത് എന്തോ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അല്ലാതെ ഇങ്ങനൊരു അഴവഴ മറുപടി അല്ല പറയേണ്ടത്. ഞങ്ങൾ അന്വേഷിക്കും, അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രഖ്യാപിക്കട്ടെ സർക്കാർ. അപ്പോൾ ഇനി പറയും ആരും പരാതി എഴുതി തന്നിട്ടില്ല. ഞാൻ പിന്നെ സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ വനിതാ കമ്മീഷനുണ്ട്. ഇന്ന് ഈ തുറന്നു പറഞ്ഞിരിക്കുന്നവർക്ക് വനിതാ കമ്മീഷൻ്റെ ഭാഗം എല്ലാവിധ നിയമ നടപടികളോട്ടും മറ്റും പോകേണ്ട സഹായവും ചെയ്തു കൊടുക്കണം ഈ അവസരത്തിൽ. അല്ലാതെ ഇങ്ങനത്തെ ആരോ സംരക്ഷിക്കാൻ വേണ്ടി അടുത്തൊരു പ്രശ്നം വരുന്നത് വരെ ഇതൊന്ന് നീട്ടിക്കൊണ്ട് ആ പ്രശ്നം വരുമ്പോൾ ഇതിനെ മുക്കാനുള്ള ഒരു ഇതാണ് ഇപ്പോൾ ആ ഒരു ചിന്തയാണ് ഇവരുടെ മനസ്സിലൂടെ പോകുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് വരുന്ന സമയത്ത് ഒരു പരിഹാസ രൂപേണ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പോലും ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട്, ഇത് ഒരുപാട് കമ്മീഷൻ റിപ്പോർട്ടുകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന സമയത്ത്, ഇത്രയധികം നടപടികൾ ഉണ്ടാവുന്ന ഒരു സമയത്ത്, രാജ്യങ്ങൾ ഉൾപ്പെടെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടോ, അതോ അതിൽ നിന്നും മാറിയിട്ടുണ്ടോ? അല്ല, നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒരു ഏരിയ. ഇപ്പം ഞാനും വർക്ക് ചെയ്യുന്ന, എൻ്റെ മക്കളും വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് സിനിമാ മേഖല. ഇതിനകത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും പ്രശ്നക്കാരാണോ? ഒരിക്കലുമല്ല. ഒരു ചെറിയ വിഭാഗമാണ്. പക്ഷേ ഈ ചെറിയ വിഭാഗമായിരുന്നത് പതുക്കെ അതിൻ്റെ എണ്ണം കൂടി വരികയാണ്. എന്തുകൊണ്ട്? കാരണം നമ്മുടെ നാട്ടിൽ സിനിമ എന്ന് മാത്രമല്ല ഒരു തൊഴിലിടത്തും സ്ത്രീകൾക്ക് പൊതുവെ, പുരുഷന്മാരും അനുഭവിക്കുന്നുണ്ട്, പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. ഒരിടത്തും ശിക്ഷ കനക്കാത്തത് കൊണ്ട് എന്താണ് ഈ പ്രവണത കൂടി വരികയാണ്. ഇപ്പം തന്നെ ഇത്തവണ ഇതുപോലെ പല കമ്മീഷനുകളും വന്നിട്ടുണ്ട്, പഠന റിപ്പോർട്ടുകൾ വന്നു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പം മയക്കുമരുന്നിൻ്റെ സംഭവത്തിന് മുമ്പുണ്ടായല്ലോ, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പ്രതികളെ അറസ്റ്റ് ചെയ്തു, ഈ മയക്കുമരുന്ന് പിടിച്ചെടുത്തു, ആർക്കാണ് കൊടുക്കുന്നത്, ആരൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാം വന്നിരുന്നല്ലോ. ഇരച്ചു കയറും, അവിടെ കയറി അന്വേഷിക്കും, കാരവനിൽ കയറുന്നു. എവിടെ പോയ കേസ്? ഇന്ന് അതിലെ പ്രതികളെല്ലാം പ്രഗത്ഭ സ്ഥാനത്തല്ലേ നിൽക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മുടെ മുൻ അനുഭവം വെച്ചിട്ട് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ആയി പോകുമോ എന്നുള്ള ഭയമാണ് ഇതിനകത്ത് വരുന്നത്. ആകരുതേ എന്നാണ് ആഗ്രഹം. പക്ഷെ ഇതുപോലെയല്ലോ, ഇവിടെ നടിമാർ പരസ്യമായി തന്നെ അവർക്കെതിരെ രംഗത്തെത്തുകയാണ്, പേരുകൾ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. ആ ഒരു സാഹചര്യം ഇത് തമ്മിൽ വ്യത്യാസമില്ല? തീർച്ചയായിട്ടും അന്നും വ്യത്യാസമില്ല. അന്നും ആൾക്കാർ ആരാന്ന് വ്യക്തമായിരുന്നു. സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർ, അല്ലെങ്കിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ അവരെ അറസ്റ്റും ചെയ്തിരുന്നു. എന്നിട്ടും നടപടി ഉണ്ടായില്ല. പോട്ടെ, ഇപ്പോൾ ഇത്രയും വരെ എത്തിയിരിക്കുന്നു. അടുത്ത നടപടി എന്താണ്? ഇവരെ തീർച്ചയായിട്ടും ഇത് അന്വേഷണം നടത്തണം. ഇപ്പോൾ ഇവരാരും ഇതിനകത്ത് പ്രതികളല്ലെങ്കിൽ അവരെ കുറ്റവിമുക്തരാക്കുന്നതും നോക്കുകയും വേണം. കാരണം 2 തരത്തിലാണ് ഇതിനകത്ത്. കാരണം നമ്മളെപ്പോഴും ഇത് പറയുമ്പോൾ ആണുങ്ങൾ മുഴുവൻ കുഴപ്പക്കാരാണെന്നൊരു തോന്നൽ വരും. അങ്ങനെയും കരുതരുത്. ഇപ്പോൾ എൻ്റെ മകളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ അതിനകത്ത് മേക്കപ്പിൻ്റെ പിള്ളേരുണ്ട്, കൊച്ചു കുട്ടികളാണ്, പയ്യന്മാരാണ്. അതുപോലെ തന്നെ ഡ്രൈവർമാരുണ്ട്. അപ്പം മക്കൾ ഇങ്ങനെ പറയും, അച്ഛാ ഇന്ന് സെറ്റിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ പലരെ പറ്റി പറയും. പക്ഷേ ആ മേക്കപ്പിലെ ആ പയ്യൻ, പിന്നെ ആ ഡ്രൈവർ ചേട്ടൻ, ഇവർ കൂടെ വന്നു റൂമിൽ വന്ന് അകത്ത് കയറ്റി റെഡി
ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അപ്പം നല്ലൊരു ഭാഗത്തുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞില്ലേ, ഇതിനകത്ത് അഭിനയ ചാൻസ് ചോദിച്ചു വരുന്നതിൽ പല മേഖലയിൽ നിന്ന് വരുന്നുണ്ട്. രാഷ്ട്രീയക്കാർ സിനിമയിലോട്ട് വരുന്നു, സിനിമാക്കാർ അല്ല പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു, മറ്റുദ്യോഗസ്ഥർ വരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം ചാൻസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്ത് പറ്റുന്നു, ഈ കുറ്റകൃത്യം ചെയ്യുന്ന ക്രിമിനൽസ് ഇവരും തമ്മിൽ ഒരുമിക്കുന്നുണ്ട് പല രാത്രികളിലും, ഭക്ഷണ സമയത്തോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന സമയത്തോ. ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കോക്കസിനകത്ത് എല്ലാവരും ഉണ്ട്. ഇതാണ് ഇവർക്ക് ധൈര്യം കൊടുക്കുന്നത്, കുറ്റവാളികൾക്ക് പോലും ധൈര്യം കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ പലരും വാ തുറക്കുന്നില്ല. ഇന്നിപ്പോൾ ഒരു സംഘടന വന്നു, പരാതി കൊടുത്തു, ഇപ്പൊ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഇങ്ങനെ റിപ്പോർട്ട് കൊണ്ടുവന്നുകൊണ്ട് പലർക്കും ധൈര്യം വന്നിരിക്കുന്നു. ഈ ധൈര്യം എത്ര നാളത്തേക്ക് എന്നുള്ളതാണ് പ്രശ്നം. രാത്രികളിൽ പ്രത്യേകിച്ച് തങ്ങൾ അഭിനയിച്ച വേഷത്തിന്റെ പ്രതിഫലം വാങ്ങണമെങ്കിൽ രാത്രി റൂമുകളിലേക്ക് ചെല്ലണമെന്ന് വരെയുള്ള നിലപാടുകൾ പുറത്തു വരികയാണ്. ഞെട്ടിപ്പിക്കുന്നതല്ലേ ഇത്? സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാധിക്കുന്ന താരങ്ങളുടെ പേരുകൾ വരെ വരിക, അവരിൽ ഇതുപോലത്തെ ഒരു ആരോപണങ്ങൾ വരിക എന്ന് പറയുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രേക്ഷകർ എങ്ങനെ നോക്കിക്കാണണമെന്നാണ് വിചാരിക്കുന്നത്? ഇതുപോലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നായികമാർ പ്രത്യേകിച്ച് അവരുടെ പ്രശ്നങ്ങൾ മുന്നോട്ട് ഇതുപോലത്തെ ഭീകരമായ ഭയാനകമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് റൂമിലോട്ട് വന്നില്ലെങ്കിൽ അങ്ങോട്ട് ഇന്ന് ഇടിച്ചു കയറുന്ന സ്വഭാവമുണ്ട്. ഇതൊക്കെ പോട്ടെ, താൻ ചോദിച്ച രീതിയിൽ രാത്രി വന്ന് വഴങ്ങിയില്ലെങ്കിൽ അടുത്ത ദിവസം ക്യാമറയുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് ഈ പാവം പിടിച്ച നടികളെ, അതായത് നല്ലപോലെ അഭിനയിച്ചാൽ പോലും അവരുടെ അഭിനയം മോശമാണെന്നൊരു പരസ്യമായിട്ട് അവഹേളിക്കുക, ചീത്ത വിളിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിക്കുക, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമയ്ക്കകത്തങ്ങനെ ക്രിമിനലുകൾ ഉണ്ടായിരുന്നതല്ല, സിനിമയ്ക്കകത്തുകൊണ്ട് പുറത്തുനിന്ന് ധാരാളം പേര് വന്നിരുന്നു. കാരണം ഇതിനെ കൂട്ടിക്കൊടുപ്പവർ വരണമല്ലോ, ഇടനിലക്കാരുണ്ടല്ലോ. ഈ ഇടനിലക്കാർ, പുറത്ത് നിൽക്കുന്ന ക്രിമിനൽസ് പലരും ഇവിടെ പല ഉദ്ദേശമായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്ന് ഈ റിപ്പോർട്ട് വെച്ചൊരു നടപടി എടുത്തില്ലെങ്കിൽ ഈ ക്രിമിനലുകളുടെ എണ്ണം കൂടാൻ പോവുകയാണ്, പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ പോവുകയാണ്. അറ്റ്ലീസ്റ്റ് സിനിമയിലെങ്കിലും ഇങ്ങനൊരു റിപ്പോർട്ട് വന്നു സിനിമയെക്കുറിച്ച്, അത് വെച്ച് മറ്റ് തൊഴിലിടങ്ങളിലും ഭയമുണ്ടാക്കണം. അതായത് ഇവിടെ ബഹുഭൂരിപക്ഷം വീണ്ടും പറയുന്നു, സ്ത്രീകളെന്നല്ല പെൺകുട്ടികളെയാണ് ഇവർ ഉന്നം വയ്ക്കുന്നത്. ഇത് ഞാൻ ഇന്നാളെ ആരെയും ടാർഗറ്റ് ചെയ്തല്ല പറയുന്നത്, ഇത്തരം സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് എന്താ പറ്റുന്ന വെച്ചാൽ ഇതിനകത്ത് സ്ത്രീകളുമുണ്ട്. വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ഈ കുട്ടികളുടെ വളരെ സ്നേഹത്തിൽ വന്ന് സംസാരിച്ച് വിശ്വാസം പിടിച്ചു പറ്റിയിട്ട്, മോളെ അങ്ങനെയല്ല ആൻറ്റി പറയുന്നു ഇങ്ങനെ, അവരും ഇതിനകത്ത് കുഴപ്പക്കാരാണ്. ഈ വേട്ടക്കാരന്മാരുടെ കൂട്ടത്തിൽ വേട്ടക്കാരികളും ഉണ്ട്. അതുകൊണ്ട് അത് വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ശുദ്ധീകരിക്കാൻ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇതിന് ശക്തമായ നടപടിയെടുക്കാൻ ഈ സർക്കാരിന് കഴിയണം. കാരണം ഭൂരിപക്ഷമുണ്ട്, എല്ലാമുണ്ട്. അല്ലാതെ സാംസ്കാരിക മന്ത്രി പോലും ഇതിനകത്ത് ഈ ഉഴപ്പി ന്യായീകരണം പറഞ്ഞു പോകരുത്, പാർട്ടി പ്രവർത്തകർ എടുക്കരുത്. ഇതിനകത്ത് ജാതി മതം രാഷ്ട്രീയം നോക്കാതെ ഇപ്പം നടപടിയെടുക്കണം. ഇപ്പം എനിക്കറിയാം, ഞാനൊക്കെ ഇങ്ങനെ ഒരു പ്രസ്താവന കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഒരു BJP-കാരൻ, നിങ്ങൾ ദയവേത് ഒരു BJP-കാരനൊന്നും കാണരുത്. ഇതിനകത്ത് എല്ലാവരെയും, സമൂഹത്തിന് തന്നെ ഇതൊരു കുഴപ്പമാണ്, ഇതൊരു ക്യാൻസറാണ്. അപ്പോൾ ഈ സമൂഹത്തിനകത്ത് നന്മയുണ്ടാക്കണം. ഇത് സിനിമ എന്ന് പറയുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ്. പൊതുജനം കണ്ടിട്ടാണ് ഇത് വിജയിക്കുന്നത്, അല്ല ചുമ്മാ അങ്ങ് വിജയിക്കുന്നതല്ല. അപ്പം നാട്ടുകാർ ഈ സിനിമാ മേഖല ഇഷ്ടപ്പെടുമ്പോൾ ഈ മേഖലയ്ക്കകത്ത് നടക്കുന്ന ദുഷ്പ്രവർത്തികൾ ഒരു പരിധിവരെയെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ അതിശക്തമായ നടപടിയും ശിക്ഷയും ഉണ്ടാവണം. ശിക്ഷയുടെ കടുപ്പമനുസരിച്ച് ഇവിടെ നടപടികൾ ഇതിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. സർക്കാരിന്റെ മൗനം അത് നമ്മൾ എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ഒരാഴ്ചയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട്, 4.5 കൊല്ലമായിട്ട് ഇത് സർക്കാരിന്റെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ എടുത്ത് വായിക്കേണ്ടതാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഈ ഒരു മൗനം അതെന്താണെന്ന് തോന്നുന്നു? അല്ല, അതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ പീഡന വിഷയം വരുമ്പോഴും അല്ലെങ്കിൽ അതിനകത്ത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കാണല്ലോ ഇവർ അളവ് നോക്കാനും മറ്റ് യന്ത്രങ്ങളുമായിട്ടൊക്കെ ആൾക്കാർ പോകുന്നത്, പീഡനത്തിൻ്റെ അളവ് നോക്കുന്നത്. ഞാൻ പറയും, ഇതിനകത്ത് യാതൊരു കാരണവശാലും ഒരു ആലംബവും വരരുത്. ഉടനടി ഏറ്റവും ശക്തമായ നടപടി സർക്കാർ എടുത്താലുണ്ട്. ഇപ്പോൾ ജനങ്ങൾ കൂടെ ഉണ്ട്. ഇന്ന് ഈ സർക്കാർ ഇപ്പോൾ വയനാട് വിഷയം കഴിഞ്ഞ് നിൽക്കുന്നു. ഇത് കഴിയുമ്പോഴത്തെ ഇന്ന് ജനങ്ങൾ കൂടെ നിൽക്കുകയാണ് ഇതിനൊരു നടപടി എടുത്താൽ. കാരണം ഇത് സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നം, ഒരു നടിയുടെ പ്രശ്നമല്ല, സ്ത്രീ സുരക്ഷയ്ക്കുള്ളൊരു പ്രശ്നമാണ്. ഈ സർക്കാരല്ലേ നവോത്ഥാനം എന്ന് പറഞ്ഞ് ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ രാത്രി സ്ത്രീകളെ കൊണ്ട് നടത്തിക്കാനൊക്കെ ഇറങ്ങിയത്, മതിൽ കെട്ടാൻ പോയത്? എന്താ ഈ കാര്യത്തിൽ ശുഷ്കാന്തി കാണിക്കാത്തത്? ഇപ്പം തന്നെ ആലോചിക്കൂ, ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട്, അതുകൊണ്ടാണോ ഇവർ ഭയക്കുന്നത്? ഇപ്പം നേരെ തിരിച്ച് കോൺഗ്രസ് അനുഭാവിയോ അല്ലെങ്കിൽ BJP-യുടെ ആൾക്കാരെ, സുരേഷ് ഗോപിയുടെയോ കൃഷ്ണകുമാറിൻ്റെ പേരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്തായിരുന്നു ഇവിടുത്തെ സ്ഥിതി? അപ്പോൾ ആലോചിക്കുക, ഇതിനകത്ത് ഇന്ന് എല്ലാ കൂട്ടരും, ഞാനൊക്കെ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ താഴെ വന്ന് പൂര തെറി എഴുതും. എനിക്കതിലൊന്നും ബാധകമല്ല. പക്ഷെ നിങ്ങൾ ഓർത്തോണം, ഇന്ന് നിങ്ങളുടെയൊക്കെ വീടുകളിൽ മക്കൾ, അമ്മ, ഭാര്യ, പല സ്ത്രീകളില്ലേ, ഇവർ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന. നിങ്ങൾ ഓർക്കുക, ഈ ഒരു സമയത്ത് ഇതെല്ലാം മറന്ന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതായത് സർക്കാരിൻ്റെ കൂടെ ജനമുണ്ടെന്ന് ഒരു തോന്നൽ വരുത്തണം. ഞാൻ ഈ സർക്കാർ ഭരിക്കുന്ന ഈ പാർട്ടിയുടെ ഭാഗമല്ല, എന്നാൽ പോലും ഇത്തൊരു കാര്യത്തിൽ സർക്കാർ നടപടിയെടുത്താൽ അതിനൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. അതുകൊണ്ട് എന്നെക്കൊണ്ട് എൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും എനിക്കറിയാവുന്ന വിവരം കൊടുക്കാനും തയ്യാറാണ്. പക്ഷേ നടപടിയിലോട്ട് പോകണം. ഇതിനെ 2 ആഴ്ച കഴിഞ്ഞ് പുതിയൊരു വിഷയം എടുത്തിട്ട് ഇതിനെ മുക്കിക്കളയരുത്. പല താരങ്ങളും പ്രത്യേകിച്ച് നമ്മൾ അവരുടെ പ്രതികരണം എടുക്കാൻ നേരത്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇനി പറഞ്ഞാൽ കുഴപ്പമാകും, അതായത് ഞങ്ങൾ പ്രതികരിച്ചാൽ കുഴപ്പമാകും എന്നുള്ളതാണ്. ഈ അവരനുഭവിച്ച പ്രശ്നങ്ങൾ
നമ്മൾ സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് അറിയാമെങ്കിൽ അതൊന്ന് തുറന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര മടി? അല്ല, അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മുടെ ഉപജീവന മാർഗമായിരിക്കും പലർക്കും. അപ്പോൾ എന്താ പറ്റും വെച്ചാൽ, കാരണം ഞാനെല്ലാം ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി വന്നതാണ് സിനിമയിൽ. അപ്പോൾ എന്തായ ബുദ്ധിമുട്ടുകൾ ഞാനെല്ലാം ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു അന്തമില്ലാതെ പോകും. ഞാൻ ഇന്നൊരു സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇത് പറയാം. എനിക്കിന്ന് സിനിമ വളരെ കുറവും സിനിമയാണ് ഇല്ലെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരാൾ പറയുമ്പോൾ മറ്റുള്ളവരുടെ അസൂയ അല്ലെങ്കിൽ സിനിമ ഇല്ലാത്തതുകൊണ്ട് പറയാം. എനിക്ക് അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞ് അസൂയ തോന്നാറില്ല. ഇപ്പം അങ്ങനെ ഒന്നുമില്ല. എല്ലാം നന്നായി വരട്ടെ. ഇനി വരുന്ന തലമുറയ്ക്ക് നന്നാവണം. ഈ വരുന്ന തലമുറ നന്നാവണമെങ്കിലുണ്ടല്ലോ, ഇവിടുത്തെ പുഴുക്കുത്തുകളെ ഒരളവ് വരെ ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ സിനിമയിൽ സ്വതന്ത്രമായിട്ട് ആർക്കും വരാൻ പറ്റില്ല. പിന്നെ വലിയൊരു ഗുണം ഈ റിപ്പോർട്ട് കൊണ്ട് വന്നിരിക്കുന്നത് വെച്ചാൽ, ഒരു അവബോധം, ഒരു ബോധവൽക്കരണം നടക്കുകയാണ് ജനങ്ങളുടെ ഇടയിൽ. സിനിമാ മേഖലയൊക്കെ നല്ലതാണ്, പക്ഷേ സിനിമാ മേഖലത്തെ ഇങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ മാതാപിതാക്കളും കൂടി സൂക്ഷിക്കുക. ഇതിനകത്ത് ഈ മാതാപിതാക്കൾക്കൊരിതാണ്, എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ ഒരു വലിയ നിലയിൽ എത്തിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് താഴും. ഈ റിപ്പോർട്ടിനകത്ത് അത് പരാമർശിക്കുന്നുണ്ട്. അവരും ഇതിനകത്ത് കുറ്റക്കാരാ. അനാവശ്യമായിട്ട് സാറേ എങ്ങനെയെങ്കിലും എൻ്റെ മകനെയോ മോനെയോ എങ്ങനെയെങ്കിലും ഒന്ന് അവിടെ ആക്കണം, നീ താന്ന് കാലിൽ അങ്ങോട്ടങ്ങ് എത്തുക. ഇതാണ് ഈ പ്രശ്നം. അപ്പോൾ എന്ത് പറ്റുന്നു? അവരും നോക്കുമ്പോൾ കൊള്ളാം, വഴങ്ങാൻ തയ്യാറാണ്, എന്നാ പിടിച്ചോ. അപ്പോൾ എന്ത് പറ്റുന്നു വെച്ചാൽ, ഇന്ന് ഈ റിപ്പോർട്ട് ഒന്ന് താത്തി വെച്ചു, രണ്ട് ഇതിപ്പോൾ ഇളക്കി വിട്ട് ആരായിരുന്നറിയ, എല്ലാവരും സംശയത്തിൻ്റെ നിഴലില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. എല്ലാവരും ഒരു കുട്ടയ്ക്കകത്ത് ഒരു ഓറഞ്ച് ചീഞ്ഞ മൊത്തം നാടെന്ന് പറഞ്ഞവർ ഇപ്പം എല്ലാവരും നാട് നിൽക്കുക. ഇനിയിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് നാളെ എന്തൊക്കെ ആരോപണമാണ്, ഏതൊക്കെ ആരെങ്കിലും ഇറക്കി വിടുമെന്ന് നമുക്കറിയത്തില്ല. വീട്ടിന് മുമ്പിലോട്ട് നമുക്കറിയത്തില്ല. അമ്മാരി ലോകത്താണ് പോകുന്നത്. എനിക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട്. ഞാൻ ആരുടെയും മുറിയിലും പോയിട്ടില്ല, എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അപ്പോൾ പറയും എൻ്റെ താഴെ പെട്രോൾ വരും. കാരണം വെച്ചാൽ ഇയാളുടെ മുറിയിൽ വരാമെന്നും ചോദിക്കും. ശരിയാ, സക്സസിൻ്റെ പുറകെയാണ്. ഇവിടെ ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു പടം ഓടിക്കഴിഞ്ഞാൽ ആ പടവുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പുറകെ ഒരു ഒഴുക്ക. സ്വാഭാവികം. ഇതൊരു കമേഴ്ഷ്യൽ ലോകമാണ്, വ്യാവസായികമാണ് സിനിമ. സിനിമയിൽ ധനം വേണം, സിനിമ ലാഭമുണ്ടാക്കാൻ തന്നെയാണ്. പക്ഷേ ഈ അഭിനയിക്കാൻ വരുന്നവരോ അല്ലെങ്കിൽ അഭിനയ സാധ്യത ചോദിച്ചു വരുന്നവരുടെ മോഹങ്ങൾക്ക് ഒരു കടിഞ്ഞാൺ അവരുടെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. കാരണം അത്യാഗ്രഹത്തിൻ്റെ പുറകെ പോകുമ്പോഴത്തേക്ക് ഈ വഴങ്ങാൻ തയ്യാറാവുന്നു. അപ്പുറത്ത് ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുക. കാരണം ഈ മയക്കുമരുന്ന് പറഞ്ഞല്ലോ, പല പെൺകുട്ടികൾക്കും ഓർമ്മയില്ല കഴിഞ്ഞ ദിവസം നടന്ന എന്താണെന്ന് പോലും. കാരണം കലക്കി കൊടുത്ത സാധനം അങ്ങനത്തെ എന്തുവാ. ഇതൊക്കെയാണ് പ്രശ്നം. ഇനിയിപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങിയ പല പേരും വെളി വരും. എത്ര പെൺകുട്ടികൾ ഇന്നിപ്പോൾ എന്താ പറ്റിയേ? മീഡിയ ശക്തമാണ്. പെൺകുട്ടികൾക്ക്, സ്ത്രീകൾ ഇന്ന് ശക്തി സംഭരിച്ചിരിക്കുന്നു. അത് സമൂഹം പക്വത അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പെൺകുട്ടിയെ തേച്ചൊട്ടിച്ചു കളയും സമൂഹത്തിനകത്ത്. അവർക്ക് ധൈര്യം വേണ്ടേ പറയാൻ? പറഞ്ഞു ഞാൻ തീർന്നു. സിനിമാ ലോകത്ത് പിന്നെ ഈ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നില്ലേ, അദൃശ്യമാണ്. ഇതൊക്കെ അദൃശ്യമാണ്. കാരണം ഞാൻ ഈ പവർ ഗ്രൂപ്പ് എന്നുള്ള വാക്കൊന്നും കേട്ടിട്ടില്ല. പക്ഷേ എൻ്റെ കാലത്തൊക്കെ ഗ്രൂപ്പുകൾ, ലോബികൾ എന്നൊക്കെ പറയും. അതായത് ഇത് പലാവർത്തി പറഞ്ഞതാ. കൂടുന്നതിൽ തെറ്റില്ല. കാരണം നമുക്ക് ചിലപ്പോൾ ഒരു കൂട്ടമായി ടീം വർക്ക് എന്ന് പറയും. അത് നന്മയ്ക്കായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഇതാരെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഒതുക്കാനായിട്ട് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ഇവിടെ ടീം ചെയ്യുന്നു, അല്ലെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട്. അപ്പോൾ അതിനകത്തെ ഒരു അംഗമായാൽ മാത്രമേ വർക്ക് കിട്ടൂ. ഞാൻ ഒരിടത്തും ഒരു ടീമിൻ്റെ ഭാഗമല്ലായിരുന്നു, ആരെയും ആക്കിയിട്ടുമില്ല. ഒരിക്കലും എനിക്ക് സിനിമയിൽ ഒരു വലിയ സക്സസ് ആവാൻ കഴിഞ്ഞിട്ടില്ല. സീരിയലിൽ പിന്നെയും ഭേദപ്പെട്ട വേഷങ്ങൾ ചെയ്യാനും പേരുണ്ടാക്കാനും പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പലവിധ പ്രശ്നങ്ങളുണ്ട്. ഇത് നല്ലൊരു അവസരമാണ് സർക്കാരിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ഇത് അമ്മ പോലത്തെ ഒരു സംഘടന പോലും സർക്കാരിലോട്ട് സമ്മർദ്ദം ചെലുത്തണം, അതിശക്തമായ അന്വേഷണം നടത്തണം. കാരണം ഞങ്ങളുടെ അംഗങ്ങൾക്കുൾപ്പെടെ ഈ സിനിമാ ലോകത്ത് സ്വതന്ത്രമായി ജീവിക്കേണ്ടതാണ്. രാത്രിയോ പകലോ നോക്കാതെ ജീവിക്കാൻ പറ്റണം. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് സംഘടന തന്നെ പറയണം. ഇപ്പം 4 ദിവസങ്ങൾ കഴിഞ്ഞ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞിട്ടാണ് AMMയുടെ പ്രസ്താവന വരുന്നത്. അത് സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത്. ആ സമയത്തുള്ള വാർത്താ സമ്മേളനം സിദ്ദിഖ് പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു, ഒരു ഒഴുക്കൻ മട്ടിൽ നിന്നും സംസാരിക്കുന്നു. അതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോഴും AMMയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ് ആ ഒരു വാർത്താ സമ്മേളനത്തെക്കുറിച്ച്. താങ്കൾ ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ എന്താ തോന്നുന്നു? അല്ല, വാർത്താ സമ്മേളനം കാണുന്നുണ്ട്. നമ്മുടെ ശ്രീ സിദ്ദിഖ് അദ്ദേഹമാണ് ഒന്ന് സംസാരിക്കുന്ന, കൂടെയും കുറച്ച് പേര് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ 4.5 വർഷം ഈ റിപ്പോർട്ട് ഇരുന്നപ്പോൾ എത്രയായാലും റിപ്പോർട്ട് കുറേ പേര് വായിച്ചു കാണുമല്ലോ. ഇതിൻ്റെ കോപ്പി പുറത്തും പോയി കാണാം. പോയി ഞാൻ പറയുന്നത് പുറത്ത് പോയിട്ടുണ്ടെന്ന് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ ഈ വായിച്ചവർ കണ്ടവരുണ്ടല്ലോ, അവിടെ നിന്ന് ലീക്കായി കാണുമല്ലോ. കാരണം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരെല്ലാം ഉണ്ടെങ്കിൽ ഒരു കുറേയൊക്കെ വാർത്തകൾ വെളിയിലോട്ട് ലീക്ക് ചെയ്ത് കാണുമല്ലോ. എത്ര സീലിൽ കവറാണ് ആവാതിരിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. ആയി കാണാമെന്ന് ഞാൻ ഊഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർക്കൊക്കെ അറിയാമല്ലോ ആരൊക്കെയാണ് പെട്ടിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭയം കാണുമല്ലോ. അദ്ദേഹം നിന്ന് സംസാരിച്ചു. പക്ഷെ ഒരു കാര്യത്തിനപ്പുറത്ത്, ഒരു പരിധിക്കപ്പുറം അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു. ഇതിൽ ആരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നു, ആരുടെയൊക്കെ പേരുകൾ ഉണ്ടായിരുന്നു എന്ന് ഏകദേശം ധാരണ അതിനകത്ത് ഉണ്ടായിരിക്കാം ഈ 4.5 കൊല്ലം കൊണ്ട്. അങ്ങനെ ഊഹിക്കാമല്ലോ. ഇന്ന് ഈ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ മന്ത്രിയായിട്ടിരിക്കുന്നുണ്ട്, MLA ആയിട്ടിരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടോ ഇല്ലയോ, നാളെ കൂടുതൽ രാജി വരുമോ ഒന്നും അറിയില്ല. അതുകൊണ്ട്
അമ്മാതിരി സംഘടന നടീനടന്മാരുടെ ഒരു കൂട്ടായ്മ മാത്രമാണ്. അതിനങ്ങനെ വലിയ അധികാരങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു പരിധിക്കപ്പുറത്തോട്ട് പറയാൻ പറ്റില്ല. താങ്കൾ പ്രതികരിക്കുന്ന സമയത്ത് കാണുന്ന പല കമന്റുകളും താങ്കളുടെ 4 പെൺമക്കളെ കുറിച്ചാണ്. ഇവരും സിനിമാ മേഖലയിൽ വളരുന്ന ആഗ്രഹമുള്ളവരാണ്, സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ താരങ്ങളാണ്. അതിൽ അഹാന എപ്പോഴും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയമുണ്ടോ സിനിമാ മേഖലകളിലേക്ക് പെൺമക്കളെ പറഞ്ഞുവിടാൻ? ഞാൻ ചോദിക്കുന്നത് പറഞ്ഞാൽ പല ആളുകളും ഈ റിപ്പോർട്ട് കണ്ടതിന് ശേഷം പേടിയുണ്ട് അവർക്ക് മകളെ സിനിമ മേഖലയിലേക്ക് പറഞ്ഞു വിടാനോ അങ്ങനെയുള്ള എന്തെങ്കിലും. താങ്കൾക്ക് ഇത്രയും വർഷത്തെ സിനിമ അനുഭവം ഉള്ളതാണ്. താങ്കൾ തന്നെ പറയുന്നു താങ്കൾക്ക് നേരിട്ട് ഇതുപോലത്തുള്ള സംഭവങ്ങൾ കണ്ടിട്ടുമുണ്ട്, അറിഞ്ഞിട്ടുമുണ്ടെന്ന്. അങ്ങനെ ഒരു ഭയം എപ്പോഴെങ്കിലും ഈ മക്കളുടെ കാര്യം ഓർക്കുമ്പോഴേക്കുമുണ്ട്? ഈ ഭയം എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വെച്ചാൽ ഞാൻ മക്കളുമായിട്ട് വളരെയധികം തുറന്ന് സംസാരിക്കുന്നതാണ്. ഞങ്ങളെതിരെ അഭിപ്രായം വരുന്നതാണ്. ശക്തമായ അഭിപ്രായം ഉള്ളവരാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു വീടുമാണ്. അതുകൊണ്ട് മക്കൾക്ക് ഇതിനകത്ത് ഏകദേശ കഥകളൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി ഞാൻ എൻ്റെ മക്കളായിട്ട് വന്നുകൊണ്ടോ ഇവരുടെ അടുത്ത് തൽക്കാലം ആരും ഈ വിളച്ചിലുമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഇവരും അത്ര താഴാൻ നിൽക്കുന്നവരില്ല. കാരണം ഞാൻ എൻ്റെ മക്കളടുത്ത് എപ്പോഴും പറഞ്ഞു കൊടുക്കും, നമ്മളെല്ലാവരും ഈ മേഖലയിൽ വരുമ്പോൾ പണം, പ്രശസ്തി ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ നോക്കണം ഏതാണ് ശരിയായ പാത. അതുകൊണ്ട് മക്കളെ നല്ലപോലെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷനോട് ബന്ധപ്പെട്ടൊക്കെ പഠിച്ചതുകൊണ്ട് വേറെ മേഖലയുണ്ടല്ലോ. ഇതേ സ്ഥലത്തിന് ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ധനവും പേരും പ്രശസ്തിയും കൊടുക്കുന്നതാണ്. അവിടെ നമുക്കില്ലെങ്കിൽ വേറെ വഴി വെട്ടിത്തുറന്ന് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പോൾ വരേണ്ട സമയത്ത് സിനിമ വന്നോളും. സിനിമയാണ് ആഗ്രഹമെങ്കിൽ ഇനി വരാൻ വിധിയില്ലെങ്കിൽ വരില്ല എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞതുകൊണ്ട് അവരാ ഒരു പേടിയില്ല. പക്ഷേ ഭയന്നൊരു സിനിമ മാത്രം മാറ്റൂ. സ്ത്രീ സുരക്ഷ ഇന്നൊരു വലിയ പ്രശ്നം തന്നെയാണ്. പഴയ പോലെ അത് പ്രത്യേകിച്ച് പെൺമക്കൾ, സ്ത്രീകൾ, പെൺമക്കളുടെ മാതാപിതാക്കൾ, സ്ത്രീകൾ, ഇവർക്കാണ് കൂടുതൽ പ്രശ്നം വരുന്നത്. പണ്ടൊക്കെ സ്ത്രീകളെ അപമാനിച്ചെന്ന്, ഇന്ന് അങ്ങനെയല്ല. പ്രായം ഒന്നും ബാധകമല്ലാത്ത രീതിയിൽ വരിക. ഇതിനകത്ത് പല വിഷയങ്ങളുണ്ട്. പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ ഇന്ന് ഈ മൈക്കിന് മുമ്പിൽ പറയാൻ പോൺ സൈറ്റ്സ് വരെ നിരോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഇന്ത്യയിൽ. അതിനുള്ളൊരു നിയമം സർക്കാർ കേന്ദ്രത്തിന് അയച്ചിട്ട് ഏതെങ്കിലും രീതിയിൽ തടയാൻ പറ്റുമോ തടയണം. കാരണം മദ്യം, മയക്കുമരുന്നിനും ഇതെല്ലാം കഴിഞ്ഞ് ഇതും കൂടി കണ്ടിട്ട് ഇരിക്കുമ്പോഴാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ആരെയും കയറി പിടിക്കുന്ന രീതിയിൽ പോകുന്നു. അതിന് പ്രായവും നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. അപ്പം ഇതിന് കാരണം സർക്കാരിന് പോലും അത്ര പെട്ടെന്നൊരു നടപടി എടുക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. കാരണം ഇതൊരു കോംപ്ലിക്കേറ്റഡ് കേസാണ്. പക്ഷേ ഇതിനായിട്ട് ഒരു ടീമിനെ വെച്ച് ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ കുറച്ച് സമയമെടുത്താലും നല്ല ശക്തമായ നടപടി എടുക്കാൻ കഴിയും എന്നുള്ള വിശ്വാസമുണ്ട്. ആ വിശ്വാസം ദിവസം കഴിയും തോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്കും ഇത് കേട്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും. ഇതനുഭവിച്ച നടിമാർ പ്രത്യേകിച്ച് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ പരാതിയുമായി മുന്നോട്ട് വരുന്ന സമയത്ത് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഇത് നേരത്തെ ആവാമായിരുന്നു എന്നുള്ളത്? കാരണം അവരുടെ മേലും പഴിചാരുന്നവരുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇത്രയും നാളും ഇവരെന്താ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞ് അവരെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരു വിഭാഗം ആളുകളുമുണ്ട്. അത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളൊരു പേടിയില്ലേ? അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആ മനുഷ്യ മനസ്സ് തന്നെ തെറ്റാണ്. കാരണം ഇന്ന് നമ്മുടെ ലോകം മാറി, നമ്മുടെ കേരളത്തിലെ ജനസമൂഹമൊക്കെ കുറച്ചുകൂടി പക്വത സമ്പാദിച്ചുകൊണ്ടാണ് ഇന്ന് പെൺകുട്ടികൾക്ക് ധൈര്യമെന്ന് പറയാൻ. മാത്രമല്ല ഇപ്പോൾ WCC പോലൊരു സംഘടന വന്നിരിക്കുന്നു. ആ സംഘടനയും ഇവരെ സഹായിച്ചു. അവരൊരു പരാതിക്ക് പോയി. ഇന്ന് ആരായി കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു മുൻ റിട്ടയർഡ് ജഡ്ജിയാണ്. ആ ധൈര്യമെല്ലാം വന്നതുകൊണ്ടാണ് ഈ കുട്ടികളൊന്ന് പറയുന്നത്. എത്ര നാൾ ഈ ധൈര്യം അവർക്കുണ്ടാവുമെന്നും എനിക്കറിയില്ല. കാരണം പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെല്ലും അവരുടെ പുറത്ത്. അവരൊരു മനുഷ്യജീവിയാണ്, മനസ്സിലായി. പിന്നെ ഇതിനകത്തൊരു മറുവശവും കിടപ്പുണ്ട്. ഇതിനകത്ത് എന്തുകൊണ്ട് ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഏതൊരു ഇത് വായിച്ചപ്പോഴത്തേക്ക് 50% ഈ സ്ത്രീ പീഡനവുമായി ചെല്ലുന്ന കേസുകൾ ഫേക്ക് കേസുകളും വരുന്നുണ്ട്. ഇതൊരു ധനം സമ്പാദിക്കാനുള്ള മാർഗമായിട്ടും പലരും നോക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ജെനുവിനായിട്ട് ഇപ്പോൾ പലരും വന്ന് പറഞ്ഞില്ലേ, ഇവരെ പോലും ഇല്ലാതാക്കാൻ വേണ്ടി ഇനി വേറെ കുറേ വ്യാജ കേസുകൾ കൊണ്ടുവന്ന് ഈ കേസുകളെല്ലാം മോശമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം ഇപ്പോൾ തുടങ്ങും. നിങ്ങൾ നോക്കിക്കോളൂ, വ്യാജ പരാതികളോട്ടും വരും. എന്നിട്ട് ഇതിനെ ആ കാഠിന്യത്തെ കുറയ്ക്കാൻ നോക്കും. അവിടെയാണ് ഈ പെൺകുട്ടികളും തകർന്നു പോകുന്നത്. പക്ഷേ ഈ 15 കൊല്ലം മുമ്പ് ഈ കുട്ടി പരാതിപ്പെട്ടിരുന്നെങ്കിൽ ഈ കുട്ടിക്ക് സമൂഹത്തിൽ ഈ 15 കൊല്ലം കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ. ഇപ്പോഴെങ്കിലും ഒക്കെ പറയാൻ തോന്നിയില്ലേ? നിങ്ങൾ സഹായിക്കണ്ട, ഒന്നും മിണ്ടാതിരുന്നുള്ളൂ, ഇവർ പറഞ്ഞു പൊക്കോട്ടെ. അതെന്താ വെച്ചാൽ ഇതാണ് പറഞ്ഞത്, ഓരോ ഈ ഫിലിം ഫാൻസ് എന്ന് പറഞ്ഞ ഓരോരുത്തർ വരും. അവരുടെ ജോലി എന്താണ്? ഞാൻ വിശ്വസിക്കുന്ന നടൻ എല്ലാമാണ്, ദൈവമാണെന്ന് വിചാരിച്ചിരിക്കും. ഇതൊക്കെയാണ് തകരാറ്. അവരെ അഴിച്ചുവിടും. അവർ അങ്ങ് തുടങ്ങി. എനിക്കറിയാം, എൻ്റെയും ഇവിടെ താഴേക്ക് ഒന്ന് എഴുതുന്ന ആരാ ഒരു വലിയ വിഭാഗം എനിക്കറിയാം. പിന്നെ ഒരു പ്രായം കഴിയുമ്പോഴല്ലോ നമുക്കിതൊക്കെ ഒന്നുമല്ലെന്ന് തോന്നിപ്പോവും. അതുകൊണ്ട് എനിക്ക് പലതും പറയണമെന്നുണ്ട്. പിന്നെ എന്നിട്ട് പോലും ഞാൻ പോലും നിയന്ത്രിച്ചാൽ പറയും. ഇന്ന് രാവിലെ ഞാൻ ഷമി തിലകൻ്റെയൊക്കെ ഇത് കേൾക്കുകയായിരുന്നു. ഷമി തിലകനൊക്കെ പറയുന്നത് പുള്ളിയുടെ മാത്രം വിഷമമല്ല, പുള്ളിയുടെ അച്ഛനിട്ട് കൊടുത്ത പണി. ഇങ്ങനെ ഇതൊക്കെ ഓരോരുത്തർ പറയുന്നു. അത് പുള്ളിക്ക് പറയാനുള്ള ചങ്കൂറ്റെങ്കിലും തോന്നി. ഇപ്പം തന്നെ ശ്രീ സിദ്ദീഖിൻ്റെ രാജിയിലോട്ട് പോയ സംഭവം പോലും ഇതുപോലും ആ അമ്മയ്ക്കകത്തൊരു പ്രഷർ നടന്നിരിക്കുന്നു ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഒരു ഭിന്നതയുണ്ടെന്ന് മുൻ എക്സിക്യൂട്ടീവ് അംഗമായ ശ്വേതാ മേനോൻ തന്നെ പറയും. അപ്പോൾ അതൊക്കെ ആരാണോ ഇപ്പം ഞാൻ പറയുന്നത്,
ഒരു ചെറിയ വെറുതെ ഒരു ആരോപണം വന്നാൽ രാജിവെക്കണം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ഇതൊരു ആരോപണം വന്നുകൊണ്ടിരിക്കും. പക്ഷേ തെളിവ് സഹിതം ഇത്രാം തീയതി ഇന്നടത്ത് വെച്ച് ഇന്നൊരാൾ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വയം രാജിവെച്ച് ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം വെച്ചാൽ അത് സംഘടനയ്ക്കകത്തും സിനിമാ ലോകത്തും പൊതുവേ എല്ലാ തൊഴിലിടങ്ങളിലും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരു കാരണമായി ചിലപ്പോൾ ഒരു നിമിത്തമായി മാറാം ഈ റിപ്പോർട്ട്. അങ്ങനെ മാറിയാൽ ഇത് ഏറ്റവും നല്ല റിപ്പോർട്ടാവും. മാറാതിരുന്നാൽ നമ്മുടെ എല്ലാവരുടെയും ഈ പൊതുസമൂഹത്തിൻ്റെ കഷ്ടകാലം എന്ന് കരുതുക. ഒരു ചോദ്യം കൂടിയാണ്, മറ്റ് ഇൻഡസ്ട്രിയിലുള്ള നടന്മാർ, പ്രത്യേകിച്ച് ഉർവശി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കണ്ടിരുന്നപ്പോൾ പറഞ്ഞത് അവർ ചെന്നൈയിലാണ് ഉർവശി താമസിക്കുന്നത്. ആ സമയത്തും സിനിമാ പ്രവർത്തകർ പറഞ്ഞത് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് എന്നുള്ള ഞെട്ടലാണ്. കഴിഞ്ഞ ദിവസം തെലുങ്ക് താരം നാനിയോട് ചോദിച്ചപ്പോഴും നാനി പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞെട്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് ഇൻഡസ്ട്രികളിൽ കേട്ട് കേൾവി പോലും ഇല്ലാത്തത് എന്താണ് മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം സംഭവിക്കുന്നത്? മലയാളം ഇൻഡസ്ട്രിക്ക് എന്താ കൊമ്പുണ്ട്? അതിനോട് ഞാൻ വലുതായിട്ട് യോജിക്കുന്നില്ല. കാരണം ഇത് എല്ലാ ഇൻഡസ്ട്രികളിലും നടക്കുന്നുണ്ട്. ഹോളിവുഡ് തൊട്ടെടുത്താൽ എല്ലായിടത്തും ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ചിലപ്പോൾ ഇതിനേക്കാൾ ഞെട്ടുതരും. പക്ഷേ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്? നമ്മളെന്തോ വേറിട്ട് നിൽക്കുന്നവരാണ്, നമ്മളെന്തോ പ്രബുദ്ധരാണെന്നൊക്കെ. അതല്ലാന്നും തെളിഞ്ഞതാണ് ഈ റിപ്പോർട്ട്. കാരണം എല്ലാ ലോകത്തെല്ലായിടത്തും കുഴപ്പക്കാരുമുണ്ട്, നല്ലവരുണ്ട്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ അകത്തോട്ടെടുത്താൽ എൻ്റെയും 50-50, എൻ്റെ അകത്തും സർവ്വ കുഴപ്പങ്ങളും നന്മയുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്കൊരു ബോധം ദൈവം തന്നു, അമ്മയും പെങ്ങളെ തിരിച്ചറിയാനുള്ളതും ആരോട് എങ്ങനെ പോകണമെന്നും പെരുമാറണം എന്നുള്ള സാധനം നമ്മുടെ അകത്തുണ്ട്. ഇത് നഷ്ടപ്പെടുന്നിടത്താണ് പ്രശ്നം വരുന്നത്. കാരണം അധികാരം, വിജയം ഇതെല്ലാം വരുമ്പോൾ മത്തു പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്താലും ഒരു ചുക്കും സംഭവിക്കില്ല, എനിക്ക് പിന്നിൽ ആളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇത് പ്രകൃതിയുടെ ഒരു സംഭവമുണ്ട്, അത് കാലം കൊണ്ട് വരുന്നതാണ്. കാരണം പ്രകൃതിയില്ല മണ്ടേ കയറ്റിയിട്ട് തള്ളിയിടുന്ന് പറയില്ലേ, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ടയിലോട്ട് കയറ്റിയിട്ട് വീഴുമ്പോഴാണ് വീഴ്ചയ്ക്ക് ആഘാതം കൂടുന്നത്. അപ്പോഴാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്, ഓഹോ എത്ര വലിയവനും വീഴും, ഇവിടെ ഒരു സംഭവം ഉണ്ട്, പ്രകൃതിക്കൊരു നിയമമുണ്ട്. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 15 വർഷം മുമ്പ് ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന ആരും കരുതിയില്ല. അതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും ഒരു സൂചനയാണ്. ഇത് എടുത്ത് പഠിച്ച് മുന്നോട്ട് പോയാൽ നല്ല ജീവിതമായിരിക്കും. വരും ദിവസങ്ങളിൽ സാർ പറഞ്ഞു ഇത് എത്ര നാൾ ഇതുപോലെ ഉണ്ടാകും, പ്രതികരണം ഉണ്ടാകും എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും? കൂടുതൽ രാജികൾ പ്രതീക്ഷിക്കാമോ? എന്താ തോന്നുന്നത്? താനും സിനിമാ മേഖലയിലുള്ള ഒരാളാണ്, എന്തൊക്കെയാണ് തോന്നുന്നത്? ഞാൻ പറയട്ടെ, സർക്കാർ ഇതിനകത്ത് ചില ഭാഗങ്ങൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കൃത്യ എണ്ണം എനിക്കറിയില്ല, ഒരു ഭാഗം സ്വകാര്യത മാനിച്ച് മാറ്റിവെക്കണം എന്ന്. ആരുടെ? ഈ ഇരകളുടെ സ്വകാര്യത മാനിച്ച്, അതായത് സാക്ഷി പറഞ്ഞിരിക്കുന്നതും പലരുടെയും ഇത് മാറ്റിവെക്കണം എന്ന്. പക്ഷേ ഈ റിപ്പോർട്ട് വന്നപ്പോൾ അതിൻ്റെ 10 ഇരട്ടിയോ 5 ഇരട്ടിയോ കൊണ്ടാണ് മൂടി വെച്ചിരിക്കുന്നത്. വേട്ടക്കാരുടെയും പേരുകളെപ്പറ്റി സൂചനകൾ കൃത്യമായി ആരാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്, അതും മറച്ചു വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം വെളിയിലോട്ട് കൊണ്ടുവരാമെങ്കിലുണ്ടല്ലോ കൃത്യമായ രാജി വരും. കാരണം ഈ രാജി വെക്കുന്നവരെ ചോദ്യം ചെയ്താൽ മതി, അവർ പറയും ഇന്ന ആൾക്കാരും ഉണ്ട് ഇതിനകത്ത്. ആരൊക്കെയെന്ന് വരട്ടേന്നേ, കംപ്ലീറ്റ് ആൾക്കാരും പേരുകൾ വരട്ടെ, എന്നല്ലേ പറ്റും. അത് എത്ര തലപ്പത്തേക്കുന്നു എന്തോ ആയിക്കോട്ടെ. കാരണം ഇതൊരു ക്ലീനിങ് അപ്പ് ആക്ട് ആയിരിക്കും. അതങ്ങനെ ഒരു സുനാമി പോലെ വരട്ടെ, വന്ന് ഇവിടെ മൊത്തം ശുദ്ധീകരിക്കാൻ പറ്റുമെങ്കിൽ ഇതതിനൊരു തുടക്കവുമാവുമെങ്കിൽ അങ്ങേയറ്റം സന്തോഷമാണ്. പക്ഷേ അപ്പോഴും മനസ്സിനകത്തൊരു സംശയമുണ്ട്, കാരണം ജീവിത അനുഭവം വെച്ച്. അതുപോലെ ആവരുതേ എന്നുള്ളതാണ് പ്രാർത്ഥന. പക്ഷേ ആയിപ്പോയാൽ ഇതൊരു പ്രഹസനവും തമാശയുമായി പോകും. ശക്തമായ നിലപാടാണ് കൃഷ്ണകുമാർ നമ്മളോടൊപ്പം പങ്കുവച്ചിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂർണ്ണ വിശ്വാസവും ഉണ്ടെന്നും ശക്തമായ രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പോകുമെന്നുള്ളൊരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ക്യാമറമാൻ അരുണിനോടൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 18.